ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹദാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ രചിക്കപ്പെട്ട ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 8ാമത്തെ അധ്യായമായ പഞ്ചമഹായജ്ഞത്തെക്കുറിച്ചാണ് വിചാരം തുടരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു, ഗൃഹസ്ഥന്മാർ നിർബന്ധമായിട്ടും 5 പ്രകാരത്തിലുള്ള യജ്ഞങ്ങളെ എല്ലാ ദിവസവും അനുഷ്ഠിക്കണം. ഗൃഹസ്ഥന്റെ എല്ലാ കർമ്മവും യജ്ഞഭാവത്തോടു കൂടിയായിരിക്കണം എന്ന് മനസ്സിലാക്കി. ആരാണോ യജ്ഞഭാവത്തോടെ അല്ലാതെ കർമ്മം ചെയ്യുന്നത് അവൻ നിത്യപ്രതാരകൻ അഥവാ നിത്യവഞ്ചകനാണെന്ന് ഗുരു കടുത്ത ഭാഷയിൽ പറയുന്നു. സ്വയം നിത്യപ്രതാരക ഹി. അവൻ മീൻസ് യജ്ഞഭാവത്തിലല്ലാതെ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി നിത്യവഞ്ചകനാണ്. എന്തുകൊണ്ടാണ് വഞ്ചകൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത്? വഞ്ചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നെങ്കിലും സഹായം സ്വീകരിച്ചു, പക്ഷെ ആ സഹായം സ്വീകരിച്ച വ്യക്തികളെ തിരിച്ച് സഹായിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് വഞ്ചകന്മാരെന്ന് പറയുന്നത്. അപ്പൊ നാം എവിടെ നിന്നെങ്കിലും സഹായം സ്വീകരിച്ചോ? വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്, നാം ഇന്ന് ഭോഗങ്ങളെ അനുഭവിക്കുന്നു, വിവിധ അനുഭവങ്ങളെ അനുഭവിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നാം നേടിയ സമ്പാദ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് നമുക്ക് യജ്ഞഭാവന ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഗുരു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവാത്ത് പിതൃഭ്യശ്ച അവാപ്താത് എന്ന് പറയുന്നുണ്ട് 190ാമത്തെ ശ്ലോകത്തിൽ. ഇന്ന് ഭോഗരൂപേണ നാം അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും പൂർവികമായി ഈശ്വരാനുഗ്രഹത്താലും വന്നു ചേർന്നിരിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ ഇതേ ഭാഷ തന്നെ പറയുന്നുണ്ട്, തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തസ്തേന ഏവസ. തൈഹി എന്ന് പറഞ്ഞാൽ അവരാൽ മീൻസ് ദൈവികമായിട്ട് പൂർവികമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന. തൈഹി ദത്താൻ എന്നുള്ള ആ പ്രയോഗം നമ്മൾ വിശേഷമായിട്ട് ശ്രദ്ധിക്കണം. ദത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകപ്പെട്ട എന്നർത്ഥം, അവരാൽ നൽകപ്പെട്ട. ഇപ്പൊ നാം ഏത് ഭോഗത്തെ അനുഭവിക്കുമ്പോഴും, ഏത് സുഖസാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോഴും, ഏതൊരു ജീവിതത്തെ നയിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഭാവം ഉറച്ചിരിക്കണം. തൈഹി ദത്താൻ, ഇതെല്ലാം അവരാൽ നൽകപ്പെട്ടതാണെന്നുള്ള ഭാവം ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം യജ്ഞമയമായി തീരും. ആ ഭാവം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ സ്വാർത്ഥപൂർണമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ പ്രഥമമായി നമുക്ക് വേണ്ടത്, യജ്ഞത്തെ ക്രിയാപരമായി അനുഷ്ഠിക്കുന്നതിന് മുമ്പേ ചുരുങ്ങിയ പക്ഷം മനസ്സിലെങ്കിലും ആ യജ്ഞഭാവന വേണം. ആ മനസ്സിൽ യജ്ഞഭാവം വേണമെങ്കിൽ തൈഹി ദത്താൻ, അവരാൽ നൽകപ്പെട്ടതാണ് ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്ന ഭാവത്തെ ദൃഢമാക്കണം. ദൈവാത്ത് പിതൃഭ്യശ്ച അവാപ്താത്ത്, ഈശ്വരനിൽ നിന്നും പൂർവികരിൽ നിന്നും ലഭിച്ചതാണ് ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ
എന്ന ഭാവത്തെയും ദൃഢമാക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യജ്ഞസംസ്കാരത്തോടു കൂടി നമ്മുടെ കർമ്മങ്ങളെ ക്രമപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ആ യജ്ഞസംസ്കാരത്തെ ക്രിയാപരമായിട്ട് എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ഗുരു പറയുന്നു. 5 പ്രകാരത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളെ നമ്മൾ ചെയ്യണം. അതിൽ ബ്രഹ്മയജ്ഞത്തെ കുറിച്ച് പഠിച്ചു. ബ്രഹ്മയജ്ഞത്തിൽ മുഖ്യമായിട്ട് 3 കാര്യങ്ങളാണ്: ജപം, പാഠം, പാഠനം. അതിൽ ജപത്തെ നമ്മൾ ഒരു പ്രക്രിയാ സൗകര്യത്തിനു വേണ്ടി ദേവയജ്ഞത്തിന്റെ ഭാഗമായി ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മുഖ്യമായിട്ട് ബ്രഹ്മയജ്ഞത്തില് പാഠവും പാഠനവുമാണ്, സ്വാധ്യായവും പ്രവചനവും. ഋഷിമാര് പറയുന്നുണ്ട്, സ്വാധ്യായ പ്രവചനാത് നാ പ്രമദിതവ്യം. പഠിക്കുക, പഠിപ്പിക്കുക, ഇതിൽ നിന്ന് ഒരിക്കലും മടി കാണിക്കരുതേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാം ശ്രേഷ്ഠമായ ഗുരുവിന്റെ വിധി അനുസരിച്ച്, സമ്പ്രദായം അനുസരിച്ച് അധ്യയനം ചെയ്യുന്നു. ആ അധ്യയനം ചെയ്ത കാര്യങ്ങളെ സമൂഹവുമായിട്ട് പങ്കുവെക്കുന്നു. അപ്പോഴേ നമുക്ക് യജ്ഞസംസ്കാരത്തെ പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം യജ്ഞസംസ്കാരത്തിന്റെ അടിസ്ഥാന വശം എന്ന് പറയുന്നത്, അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് പരസ്പരം ഭാവയന്ത എന്നാണ്. നാം ഏതിനെയാണോ നേടിയത് അതിനെ പങ്കുവെക്കലാണ് യജ്ഞസംസ്കാരം. നമ്മുടെ ഉള്ളിൽ ഇന്ന് ഗുരുവിന്റെ ദർശനത്തെക്കുറിച്ച് അറിവുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ആ അറിവെല്ലാം ഗുരുകൃപയാൽ നാം സ്വായത്തമാക്കിയതാണ്, നേടിയതാണ്. നേടിയതായതുകൊണ്ട് തന്നെ അതിനെ പങ്കുവെക്കാതിരിക്കരുത്. നേടിയ കാര്യങ്ങൾ നിശ്ചയമായിട്ടും സമൂഹവുമായിട്ട് പങ്കുവെക്കണം. ഇനി അടുത്ത യജ്ഞമാണ്, ഞാൻ കൃത്യമായിട്ട് അതിന്റെ ക്രമത്തിലല്ല പറയുന്നത്, ഒരു പഠന സൗകര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. അടുത്ത യജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞമാണ്. ഈ ശ്ലോകത്തിൽ അന്വയപ്രകാരം നമുക്ക് പിതൃയജ്ഞത്തെ ചിന്തിക്കാം. പക്ഷെ എങ്കിൽ കൂടി സൗകര്യമനുസരിച്ച് ദേവയജ്ഞത്തെ ചിന്തിക്കാം. എന്താണ് ദേവയജ്ഞം? ദേവയജ്ഞം എന്താണെന്ന് ഗുരുദേവൻ പറയുന്നു. ദൈവ ഹോമ ദേവപ്രസാദനം. ഹോമം തുടങ്ങിയ ദേവപ്രസാദം ലഭിക്കുന്ന കർമ്മങ്ങളെയാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ദൈവയജ്ഞം ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഈശ്വര വിശ്വാസമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് ചിന്തിച്ചു. ഉറച്ച ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. ശ്രീനാരായണീയൻ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതനായ വ്യക്തിയായിരിക്കണം. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് യജ്ഞഭാവം ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലേ ധാർമ്മികമായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കാരണം ഈശ്വര വിശ്വാസമുള്ള ആളുകളും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം, ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം വിദ്യാഭ്യാസമാണ്. അഷ്ടലക്ഷ്യങ്ങൾ. ആ വിദ്യാഭ്യാസത്തിന് ശേഷം ശുചിത്വമാണ്. അതിനുശേഷമാണ് ഈശ്വരഭക്തി വരുന്നത്. അപ്പൊ എപ്രകാരമുള്ള ഈശ്വര വിശ്വാസമായിരിക്കണം? പരമത നിന്ദ ചെയ്യുന്ന ഈശ്വര വിശ്വാസമായിരിക്കരുത്. ഈശ്വര വിശ്വാസം അറിവിനും ആന്തരികവും ബാഹ്യവുമായുള്ള ശുദ്ധിക്ക് ശേഷം സ്വാഭാവികമായി വരേണ്ടതാണ് ഈശ്വര വിശ്വാസം. ഇപ്പൊ ശുദ്ധമായ ഈശ്വര വിശ്വാസം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പരമത നിന്ദയിലാക്കാക്കിയുള്ള ഈശ്വര വിശ്വാസം നമ്മെ സങ്കുചിതമായ ഒരു ഭാവത്തിലേക്ക് നയിക്കും, വർഗീയപരമായ ചിന്തകളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈശ്വര വിശ്വാസം വിദ്യാഭ്യാസത്തിനും ശുദ്ധിക്കും ശേഷം, അതായത് ജ്ഞാനത്തിനും യഥാർത്ഥ ജ്ഞാനത്തിനും ആന്തരികവും ബാഹ്യവുമായുള്ള അനുഷ്ഠാനം കൊണ്ടുള്ള ശുദ്ധതയ്ക്കും ശേഷമാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വര വിശ്വാസം ഉറക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഈശ്വര വിശ്വാസം ഉറക്കുക എന്നുള്ള ആ പ്രകാരത്തിലുള്ള ഈശ്വര വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ ധർമ്മം അഥവാ യജ്ഞം, അതിനനുസരിച്ച് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കും. ധാർമ്മികമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഈശ്വര വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ദേവയജ്ഞത്തിന്റെ ആദ്യപടി ശുദ്ധമായ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ശുദ്ധമായ ഈശ്വര വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്ന അപാരമായ ആ ശക്തി സ്വരൂപത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുത്തുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈശ്വരൻ ഈ കാണപ്പെടുന്ന സർവ്വ ജഗത്തിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവാണ്. ഈശ്വരന്റെ ശക്തി അപരിമിതമാണ്, അപരിമേയമാണ്, നമുക്ക് അളക്കാൻ കഴിയില്ല. ഗുരു പറയുന്നുണ്ട്, സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര ദർശനമാലയിൽ. ഈ കാണപ്പെടുന്ന സമ്പൂർണമായ പ്രപഞ്ചത്തെയും ഭഗവാൻ എന്തു ചെയ്തു? തന്റെ സങ്കല്പ മാത്ര കൊണ്ട് സൃഷ്ടിച്ചതാണ്.
അപ്പൊ സങ്കല്പം മാത്രം കൊണ്ട് ഭഗവാൻ ഈ കാണപ്പെടുന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ എത്രത്തോളം, ആ ഭഗവാന്റെ ശക്തി അപരിമേയമായിരിക്കും, അളക്കാൻ കഴിയാത്തതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ദുർബലനായ ഒരു ഭഗവാനെയല്ല. ഈ കാണപ്പെടുന്ന ബ്രഹ്മാണ്ടത്തെ പോലും നിമിഷാർദ്ധം കൊണ്ട് സൃഷ്ടിച്ച ശക്തി സ്വരൂപനായ ഭഗവാനെ നാം വിശ്വസിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശക്തി അനുഭവപ്പെടുന്നില്ല? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ഈശ്വരന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ ദുഃഖത്തെയും ദുരിതത്തെയും മാറ്റാൻ കഴിയില്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ എല്ലാ പരിമിതികളെയും ദുഃഖത്തെയും എല്ലാ വിധത്തിലുള്ള ദുർബലതകളെയും ഭഗവാന് നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കും. പക്ഷെ എന്ത് വേണം? ഭഗവാനാകുന്ന മഹാസാഗരത്തെ, ആ മഹാസാഗരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചാല് കീറി നമ്മൾ ഒഴുക്കിവിടണം. നമ്മുടെ തൊട്ടു മുമ്പിൽ ഒരു വലിയൊരു മഹാസാഗരമുണ്ട്. പക്ഷെ ആ മഹാസാഗരത്തിന്റെ ഇടയിലായിട്ട് നമ്മുടെയും ആ മഹാസാഗരത്തിന്റെയും ഇടയിലായിട്ട് അല്പം ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഒരു ഇച്ചിരി ചാല് കീറി കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. ആ ചാലാണ് വാസ്തവത്തിൽ ദേവയജ്ഞം. ആ ചാല് നമ്മൾ എങ്ങനെ കീറണം? അതിന്റെ വിധിയാണ് ആദ്യം തന്നെ ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈശ്വരവിശ്വാസം ഉണ്ടായതിനു ശേഷം നാം ഏത് ഈശ്വരനെയാണ് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മെ സംബന്ധിച്ച് നമ്മുടെ കാണപ്പെട്ട ദൈവം ഗുരുവാണ്, പരമമായ ദൈവം ഗുരുവാണ്. അതുകൊണ്ട് ആ ഗുരുവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ചില അനുഷ്ഠാന ക്രമങ്ങളെ, ആചാരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോമഹ ദേവപ്രസാദന, ദേവപ്രീത്യർത്ഥകരമായിട്ടുള്ള ഹോമം, അനുഷ്ഠാനങ്ങൾ എന്നീ കാര്യങ്ങൾ. അതിന് നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ആദ്യമായിട്ട് ജപത്തെ അനുഷ്ഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ യജ്ഞത്തില്, ബ്രഹ്മയജ്ഞത്തില് ജപത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജപം എന്നുള്ള വാക്കിനർത്ഥം സ്വാധ്യായം എന്നും കൂടിയുണ്ട്. വേദാധ്യയനം, സ്വാധ്യായം എന്നൊക്കെ ജപത്തിന് അർത്ഥമുണ്ട്. പക്ഷെ അവിടെ പാഠ എന്ന് പറഞ്ഞുകൊണ്ട് ജപത്തിന്റെ സ്വാധ്യായം എന്ന് അർത്ഥം എടുക്കേണ്ട കാര്യമില്ല. കാരണം പാഠ എന്നുള്ളതിൽ സ്വാധ്യായം വന്നു കഴിഞ്ഞു. അപ്പൊ ജപത്തിന് നമുക്ക് ജപത്തിൻ്റെതായ അർത്ഥം എടുത്താൽ മതി. എന്താണ് ജപം? ജപം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ നിരന്തരം ആവർത്തിക്കുക എന്നുള്ളതാണ് ജപം. നാമത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മൾ ഒരാളുടെ പേര് ഉച്ചരിക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ എല്ലാ സവിശേഷതകളും എല്ലാ ഗുണങ്ങളും ആ പേരിന്റെ കൂടെ വരുന്നു. ആ പേരിന്റെ കൂടെ നമ്മുടെ സ്മൃതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാളുടെ പേര് നമ്മൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ പോലും അറിയാതെ ആ വ്യക്തി എങ്ങനെയാണ്, ആ വ്യക്തിയുടെ സ്വഭാവ സംസ്കാരം എന്താണ്, ആ വ്യക്തിയുടെ രീതി എന്താണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. കാരണം പേരിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കാണുന്ന കാഴ്ച ഉണ്ടാകുള്ളൂ, ആ വ്യക്തിയുടെ സ്വഭാവ സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ ബോധ്യവാനായിരിക്കില്ല, നമുക്കറിയാമെങ്കിൽ കൂടി. പക്ഷെ വിദൂരത്തിൽ നമ്മൾ ആ പേര് കേൾക്കുകയാണ്. ആ ദേവദത്തൻ ഇന്ന് വന്നോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ, ദേവദത്തനുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ദേവദത്തന്റെ സ്വഭാവ സംസ്കാരങ്ങൾ വരുന്നു. അപ്പോൾ ആരെയാണോ പേരുകൊണ്ട് കുറിക്കുന്നത്, പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അയാൾ എന്ത് പറയാം? നാമി എന്ന് പറയും. നാമി. ആ നാമിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഒരു പദം ഉപയോഗിക്കും, അതിന് നാമം അഥവാ പേരെന്ന് പറയും. അങ്ങനെ ഈശ്വരന് വിവിധങ്ങളായ നാമങ്ങളുണ്ട്. നമ്മുടെ ഋഷിമാര് അനവധിയായ നാമങ്ങളെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ആ നാമങ്ങളെ നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിച്ച് ജപിക്കുന്ന സമയത്ത് ആ നാമിയുടേതായ എല്ലാ ശക്തികളും ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരും. നാരായണൻ എന്നുള്ള നാമം, ആ നാമത്തിന് വലിയ വലിയ കരുത്തുണ്ട്, വലിയ ശക്തിയുണ്ട്. ആഹാബുഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാര ഫലത്താൽ വിജയിപ്പു ഗുരുമൂർത്തെ എന്ന് ആശാൻ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യാഹാര ബലം, അവരുടെ ജീവിതത്തെ വിജയിപ്പിച്ചത് എങ്ങനെയാണ്? തിരുനാമം, ഒരൊറ്റ തിരുനാമം കൊണ്ട്. ഏത് നാമം? നാരായണൻ. നോക്കൂ, ആ തിരുനാമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ തിരുനാമം നമ്മൾ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഇന്ന് ആവർത്തിച്ച് ജപിക്കുകയാണെങ്കിൽ ആ തിരുനാമം ഏതൊരു നാമിയെയാണോ സൂചിപ്പിക്കുന്നത്, ആ നാമിയുടെ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും, ആ നാമിയുടെ സ്വരൂപ സ്വഭാവങ്ങളും, ആ നാമിയുടെ ശക്തി ഗുണങ്ങളും എല്ലാം നമ്മിലേക്ക് വന്നു ചേരും. ഇത് നിസ്സംശയമായ കാര്യമാണ്. അതുകൊണ്ട് ജപം എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള അനുഷ്ഠാനമാണ്.
എല്ലാ സമ്പ്രദായങ്ങൾക്കിടയിലും എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ജപത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ജപം ചെയ്യേണ്ടത്? ജപം ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ഒരു ഭാരതീയ സംസ്കൃതിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈശ്വരവിശ്വാസമുണ്ട്. ആ ഈശ്വരവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ ദേവതാഭാവത്തോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടെന്ന് കരുതുക. നൈസർഗികമായിട്ട് നമുക്ക് ജന്മനാ തന്നെ ഒരു പ്രത്യേക ദേവതാഭാവത്തോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ദേവതയാണ് എൻ്റെ ഇഷ്ടദേവത എന്ന് മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഗുരുവാണ് നമ്മുടെ പരമമായ ദൈവം. പക്ഷെങ്കിലും സാമാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ചില ഇഷ്ടദേവതാ ഭാവങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടദേവതയിൽ തന്നെ ഗുരുവിനെയും കാണാം. അപ്പൊ ഗുരു പറഞ്ഞിട്ടുണ്ട്, സാ ശിവ, സാ വിഷ്ണു, സാ ബ്രഹ്മ, സാ പര ഏവസ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ കാണപ്പെടുന്ന സർവമായിരിക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഒന്നു തന്നെയാണ് ദർശനമാലയിൽ അടിവരയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നാം ഏത് നാമത്തെ ഉപാസിച്ചാലും ഏത് നാമത്തെ വിളിച്ചു കഴിഞ്ഞാലും ആ നാമങ്ങളിലൂടെ എല്ലാം പ്രകടമാകുന്നത് ഏകമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് എന്ന് സ്മരിക്കുക, ഉറപ്പിക്കുക. അതുകൊണ്ട് ഏതൊരു പേരെടുത്താലും ഏതൊരു ഈശ്വരന് ദേവതാഭാവത്തെ ഉപാസിച്ചാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അയ്യോ, ഞാൻ ഈ ദേവതയെ ഉപാസിച്ചാൽ മറ്റേ ദേവത കോപിക്കുമോ, അല്ലെങ്കിൽ ഈ ദേവതയെക്കാളും കുറച്ചുകൂടി പവർഫുൾ അല്ലേ മറ്റേ ദേവത എന്നിങ്ങനൊന്നും ചിന്തിക്കാതെ ആശയക്കുഴപ്പത്തിലില്ലാതെ ഏതെങ്കിലും ഒരു ദേവതാഭാവത്തെ നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടദേവതയായിട്ട് ഇഷ്ടദേവസങ്കല്പമായിട്ട് ഉറപ്പിക്കുക. അതിനുശേഷം നമ്മുടെ പൂജാമുറിയിൽ ഒരു ചിത്രം വെക്കുക. ഗുരുവാണ് നമ്മുടെ പരമമായ ദൈവം. അപ്പൊ ഗുരുവിന്റെ ചിത്രം വെക്കുന്നു. ആ ഗുരുവിന്റെ ചിത്രം വെച്ച് ഞാൻ അത് പറയാറുള്ള കാര്യങ്ങളാണ്, ഒരു പഞ്ചോപചാര പൂജ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഭഗവാനെ നമ്മൾ ഉപചാരങ്ങളിലൂടെയാണ് ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. ആ ഉപചാരങ്ങൾ കൊടുത്താണ് ക്ഷേത്രങ്ങളിലും മറ്റും ഭഗവാനെ പൂജിക്കുന്നത്. ഇപ്പൊ കേരളീയരായ നമ്മെ സംബന്ധിച്ച് നമ്മൾ പൂജകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ തൽപരരാണ്, അതിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ പങ്കെടുപ്പ് എപ്രകാരമാണ്? നമ്മളൊരു ക്ഷേത്രത്തിൽ ഒരു ഗുരുമന്ദിരത്തിൽ വിശേഷ അവസരം വരുമ്പോൾ അതിന് പോയിട്ട് ഭാഗവാക്കാകും. ഒരു ക്ഷേത്രത്തില് വലിയ വലിയ ഹോമങ്ങൾ, വലിയ വലിയ വൈദികമായ അനുഷ്ഠാനങ്ങൾ നടക്കുന്നു, നമ്മൾ പോയി നോക്കി നിൽക്കും, വേണമെങ്കിൽ ഒരു വഴിപാട് ചെയ്യും. അങ്ങനെ സാക്ഷിയായിട്ട് ദൂരെയാണ് നമ്മൾ മാറി നിന്ന് ഈ പൂജാദികളെ വീക്ഷിക്കുന്നത്. അതിനു പകരം സ്വന്തം നിലയ്ക്ക് നമുക്ക് എന്തുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്തുകൂടാ? ദേവപ്രസാദകരമായ കർമ്മങ്ങൾ ചെയ്യുകയാണ് ദേവയജ്ഞം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വന്തം നിലയ്ക്ക് നമുക്ക് ഈ കർമ്മം ചെയ്യാനുള്ള ഭയം എന്ന് പറയുന്നത്, മടിയെന്ന് പറയുന്നത്, ഒന്ന് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. രണ്ട്, നമ്മുടെ വീടുകളിൽ ഇത്തരം കർമ്മങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നുള്ള ഭയമാണ്. അയ്യോ, എൻ്റെ വീട്ടില് ശുദ്ധിയും വൃത്തിയൊന്നും, എനിക്ക് അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അനർത്ഥം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കും. പൂജാതി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അനർത്ഥം ഉണ്ടാവുക? ഒരിക്കലും അനർത്ഥം ഉണ്ടാവില്ല. സർവ്വവിധമായ മംഗളങ്ങളും ഐശ്വര്യങ്ങളുമേ ഉണ്ടാകും. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ, ഒരു ഗുരുമന്ദിരം എന്ന് പറയുമ്പോൾ അതൊരു പൊതുവായ ക്ഷേത്രമാണ്, പൊതുവായ ഗുരുമന്ദിരമാണ്. അവിടെ ചില നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റും. ആ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് അതിന്റെ പവിത്രതയെ നമ്മൾ സംരക്ഷിക്കണം. പക്ഷെ വ്യക്തിഗതമായ ഉപാസനയ്ക്ക് നമ്മളും ഭഗവാനും നമ്മളുടെ കോൺട്രാക്റ്റാണ്. അവിടെ ഒരു പ്രകാരത്തിലുള്ള നിയമങ്ങളും ബാധകമല്ല. കാരണം ഞാൻ എൻ്റെ ഭഗവാൻ ഉപാസിക്കുന്ന ആ ഭഗവാന് നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഭഗവാൻ അറിയാം. നമ്മുടെ ഒരു കുറ്റം പോലും, ഒരു തെറ്റുപോലും ഭഗവാൻ പരിഗണിക്കുകയില്ല. നമ്മൾ വിളക്ക് തിരി കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ മേൽപോട്ടോ താഴോട്ടോ ഏത് ദിക്കിലേക്ക് എങ്ങനെ വെച്ചു കഴിഞ്ഞാലും വ്യക്തിഗതമായ ഉപാസനയിൽ ഭഗവാൻ അത് പരിഗണിക്കുകയില്ല, ഭഗവാൻ അത് ചിന്തിക്കുക പോലുമില്ല. അതുകൊണ്ട് ഒരു പ്രകാരത്തിലുള്ള അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാതെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പഞ്ചോപചാര പൂജയെ അനുഷ്ഠിക്കാൻ വേണ്ടി ഉറപ്പിക്കുക മനസ്സുകൊണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം എന്നിങ്ങനെ ഏറ്റവും ലഘുവായ രീതിയിൽ ആ ഭഗവാനെ ആരാധിക്കുക. ഭഗവാനെ ആരാധിച്ചതിന് ശേഷം ഭഗവാന്റെ നാമത്തെ നിരന്തരം ജപിക്കണം. ആ നാമത്തെ നിരന്തരം ജപിക്കാൻ വേണ്ടി ഒരു ജപമാല നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ജപമാലയിൽ 108 മണിയുണ്ടാകും. ഒരു തവണ ജപമാല ഇങ്ങനെ കറക്കുന്ന സമയത്ത് 108 തവണ നമ്മൾ ആ നാമത്തെ ജപിച്ചിരിക്കുന്നു. അങ്ങനെ 10 ജപമാല ഏറ്റവും ചുരുങ്ങിയത് പ്രഭാതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നിർബന്ധമായിട്ടും.
യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു പറയാം. ഹോമം, യാഗം തുടങ്ങി ഒരുപാട് യജ്ഞങ്ങളുണ്ട്. ഈ യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയുകയാണ്. കാരണം കലികാലത്ത് ഏറ്റവും വലിയ, ഏറ്റവും ശക്തിമത്തായ ഒരു ഉപാസനയാണ്, അനുഷ്ഠാനമാണ് ജപയജ്ഞം എന്നുള്ളത്. ജപയജ്ഞം നമ്മൾ നിത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പൊ ആ ജപം ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഒന്ന്, ഇഷ്ടദേവതാ സങ്കല്പം. ആ ഇഷ്ടദേവതയെ ലഘുവായിരിക്കുന്ന പഞ്ചോപചാര പൂജയിലൂടെ ആരാധിക്കുവാൻ വേണ്ടി നിത്യമായി പരിശ്രമിക്കണം. അതിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രത്തെ ജപിക്കണം. നമ്മെ സംബന്ധിച്ച് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്നുള്ള മൂലമന്ത്രം. ഇനി നമുക്ക് വിശേഷമായ മന്ത്രം ചൊല്ലണമെങ്കിൽ ഗുരുവിന്റെ 108 പുഷ്പാഞ്ജലി, ആ 108 പുഷ്പാഞ്ജലിയിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തെ നമ്മുടെ സ്വമന്ത്രമായിട്ട് സ്വീകരിച്ച് അതിനെ നമുക്ക് അനുഷ്ഠിക്കാം. ഇനി വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ നമുക്ക് വ്യക്തിഗതമായി താല്പര്യമാണെങ്കിൽ ആ മന്ത്രത്തെ അനുഷ്ഠിക്കാം. പക്ഷെ ഒരു മന്ത്രം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. രാവിലെ 10 മിനിറ്റ് ഒരു കുറച്ച് വേറൊരു മന്ത്രം, അത് കഴിഞ്ഞ് വേറൊരു മന്ത്രം, അത് കഴിഞ്ഞ് വേറൊരു മന്ത്രം, അങ്ങനെ മാറാൻ പാടില്ല. ഒരു മന്ത്രത്തെ നമ്മുടെ സ്വമന്ത്രമായി, സ്വന്തം മന്ത്രമായി സ്വീകരിക്കുകയും ആ മന്ത്രത്തെ ആജീവനാന്തകാലവും നിത്യവും ഉപാസിക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ഈ രീതിയിൽ ഒരു 10 മാല, മീൻസ് ഒരു മാല എന്ന് പറഞ്ഞാൽ 108 പിന്നെ 10 മാല ഭഗവാന്റെ മന്ത്രം ആവർത്തിച്ച് ജപിക്കുകയാണ്. അത് മെല്ലെ ജപിക്കാം, കുറച്ച് ശബ്ദത്തിൽ ജപിക്കാം, വളരെ ഉച്ചത്തിലും ജപിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ സൗകര്യം പോലെ. നമുക്ക് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മനസ്സിൽ മാത്രം ജപിക്കാൻ സാധിക്കുവാണെങ്കിൽ മനസ്സിലും ജപിക്കാം. ഇനി മെല്ലെ വളരെ പതുക്കെ ചുണ്ടു മാത്രം അനക്കിക്കൊണ്ട് പതുക്കെ നമുക്ക് മാത്രം ചെറുതായി കേൾക്കാവുന്ന രീതിയിൽ ജപിക്കുവാണെങ്കിൽ അങ്ങനെയും ജപിക്കാം, കുറച്ച് ഒച്ചത്തിലും ജപിക്കാം. എന്തായാലും ജപിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ജപിക്കുക. അങ്ങനെ ജപം കഴിഞ്ഞാല് ഇവിടെ ഗുരു പറയുന്നത് ഹോമം തുടങ്ങിയ കർമ്മങ്ങൾ ആചരിക്കണം. സ്വാമി തൃപ്പാദങ്ങള് നിരന്തരം നമ്മോട് ചെയ്യാനും പറയുന്ന ഒരു അനുഷ്ഠാനമാണ് ഹോമം. ശ്രീനാരായണ ധർമ്മത്തിൽ പല സന്ദർഭങ്ങളിൽ ഹോമം ചെയ്യൂ എന്ന് ഗുരു പറയുന്നു. മാത്രമല്ല വളരെ വിപ്ലവാത്മകമായ രീതിയിലും പല സന്ദർഭങ്ങളും ഹോമത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുന്നോട്ട് നമ്മൾ പഠിക്കും. ഗുരു പറയും, ചതുർത്ഥേ ദിവസേ സ്നാത്വ ഹോമാദിന ശുദ്ധാ ഭവേത് എന്ന് പറയുന്നു. രജസ്വലയായ ഒരു പെൺകുട്ടി 4-ാമത്തെ ദിവസം കുളിച്ച് ഹോമത്തെ അനുഷ്ഠിക്കണം എന്ന് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഹോമം എന്ന് പറയുന്നത് ഒരു കാലത്ത് കേവലം സമൂഹത്തിലെ സവർണ വിഭാഗങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന സമയത്ത് ആ ഹോമകർമ്മത്തെ എല്ലാവരിലേക്കും വേണ്ടി ഗുരു എത്തിച്ചു. എല്ലാവർക്കും അനുഷ്ഠിക്കാമെന്ന് ഗുരു പറഞ്ഞു. അങ്ങനെ ഒരു ഹോമവിധാനം ഗുരുദേവൻ ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല പുരുഷ കേന്ദ്രീകൃതമായി മാത്രം നിലനിന്നിരുന്ന ഇത്തരം വൈദിക അനുഷ്ഠാനങ്ങളെ അത് പുരുഷ കേന്ദ്രീകൃതമായി മാത്രം ചെയ്യേണ്ടതല്ല, എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്ക് പോലും ചെയ്യാം. ഒരു സ്ത്രീ രജസ്വലയായി കഴിഞ്ഞാൽ അവൾക്കും ചെയ്യാമെന്ന ഏറ്റവും വിപ്ലവാത്മകമായ ഒരു നിർദ്ദേശം ഗുരു പറയുന്നു. ചതുർത്ഥേ ദിവസേ സ്നാത്വ ഹോമാദിന ശുദ്ധാ ഭവേത്. മുന്നോട്ടുള്ള ശ്ലോകമാണ്, പഠിക്കും. 4-ാമത്തെ ദിവസം കുളിച്ച് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹോമമാണ്. ഇപ്പൊ രജസ്വലയായ പെൺകുട്ടി കുളിച്ച് ഹോമം ചെയ്യണമെന്ന് പറഞ്ഞുള്ള എന്താ മനസ്സിലാക്കേണ്ടത്? വീട്ടിൽ വെച്ച് നമ്മൾ ഹോമം ചെയ്യണം, അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ അമ്പലത്തിൽ പോയി ഹോമം ചെയ്യുന്നില്ലല്ലോ ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ സ്വന്തം വീട്ടിൽ ഹോമം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് ഗുരു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു? ഇടക്കാലത്ത് ഗുരുദർശനത്തെ പലരും നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈശ്വര നിഷേധപരമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ഒന്നാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറഞ്ഞ് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നിഷേധിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ആചാര അനുഷ്ഠാനങ്ങളോടുള്ള ആ പ്രതിപത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വലിയ ഒരു പ്രവർത്തന ഫലമായി കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും പ്രാർത്ഥനാ സംസ്കാരം, അതേപോലെ ഗുരുമന്ദിരങ്ങളുടെ വ്യാപകത, ഇങ്ങനെ പ്രാർത്ഥനാ സംസ്കാരവും ആരാധനാ സംസ്കാരവും ശക്തിപ്പെട്ടതിന് ശേഷം സ്വാമി തൃപ്പാദങ്ങൾ എന്തൊക്കെ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആചാര അനുഷ്ഠാനപരമായിട്ട്, അതിനെയൊക്കെ വീണ്ടും വ്യക്തിഗതമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യ തലത്തിലും ചെയ്യുന്ന വലിയൊരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ പല ശാഖായോഗ തലത്തിലും ഹോമയജ്ഞങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സ്മൈൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത് കൂടാതെ തന്നെ ഹോമമന്ത്ര മഹായജ്ഞങ്ങൾ പല ശാഖായോഗങ്ങളിൽ ഇപ്പോൾ സജീവമായിട്ട് സംഘടിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ശാന്തി ഹോമം നിർബന്ധമായി തീരുന്ന അവസ്ഥ വരുന്നു. എത്രയോ കുടുംബങ്ങൾ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഫേസ്ബുക്കിലൊരു വീഡിയോ ആണ്. ഒരമ്മ, ആ അമ്മയുടെ വീട്ടില് ഹോമം ചെയ്യുകയാണ്. ഒരു ചട്ടിയില്
വിറകൊക്കെ ജ്വലിപ്പിച്ചിട്ട് മന്ത്രമൊക്കെ ചൊല്ലി, ഗുരുവിന്റെ ഹോമമന്ത്രം ഉറക്കെ ചൊല്ലി ഇങ്ങനെ വീട്ടിൽ ഹോമം ചെയ്യുന്നു. അടുത്തിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഗുരു നിർദ്ദേശിച്ച ശാന്തി ഹോമം വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു സംസ്കാരവും വ്യാപിക്കുന്നു. ഒരുപാട് സജ്ജനങ്ങൾ വീട്ടിൽ വെച്ച് ഹോമം ചെയ്യുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ദിവസവും ഹോമം ചെയ്യണം. കാരണം പഞ്ചമഹായജ്ഞം എല്ലാ ദിവസവും അനുഷ്ഠിക്കപ്പെടണം. ഭഗവാനെ നമ്മൾ ആദ്യം പൂജിക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രത്തെ ഒരു 10 മാലയെങ്കിലും ജപിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് വേണം? അത് കഴിഞ്ഞ് ഹോമം ചെയ്യണം. പക്ഷെ എല്ലാ ദിവസവും ഹോമം ചെയ്യുവാൻ പ്രായോഗികമായി നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് നമ്മൾ ഹോമം ചെയ്തേ പറ്റും. എങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ സ്മൈൽ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും അറിയാം. നമ്മളൊരു ഹോമച്ചട്ടി വാങ്ങിച്ച് അതിൽ വിറകുകളൊക്കെ വെച്ച് ജ്വലിപ്പിക്കുക. ജ്വലിപ്പിച്ചു കഴിഞ്ഞ് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു ആമുഖമായിട്ട് ഗുരു സ്തുതി ചെയ്യുക. ഗുരുസ്തുതി ചെയ്തു കഴിഞ്ഞ് അത് തീജ്വാല മേൽപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഹോമമന്ത്രം ചൊല്ലുക. ഏറ്റവും ചുരുങ്ങിയത് 8 തവണ ചൊല്ലി അല്പം എള്ള്, അല്പം നെയ്യ്, ഒരു നാളികേരം കൊടുക്കുക. ഇങ്ങനെ 8, 10, 18, 20 എത്ര വേണം നമുക്ക് ചൊല്ലാം, നമ്മുടെ സമയമനുസരിച്ച്. എന്നിട്ട് അവസാനം പൂർണ്ണമത ചൊല്ലി അതിന് നിർത്തിയാൽ മതി. അപ്പോൾ ഹോമമന്ത്രം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് തോന്നുകയാണ് ഇതിന്റെ കൂടെ വൈദികമായ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലണം, വിനായകാഷ്ടകം ചൊല്ലണം, മറ്റ് ഗുരുവിന്റെ മറ്റ് കീർത്തനം ചൊല്ലണം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഏറ്റവും ലഘുവായത് ഹോമമന്ത്രം മാത്രം ചൊല്ലി നമ്മൾ ഈ 3 ദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു, പൂർണ്ണമത ചൊല്ലി നിർത്തുന്നു. ഈ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് ചെയ്യാം. അങ്ങനെ വീട്ടിൽ ചെയ്യാൻ വേണ്ടി വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്, വീട്ടിൽ മത്സ്യമാംസാദികൾ വെക്കാറുണ്ട്, എന്ത് ചെയ്യും? അതൊന്നും നമുക്ക് വിഷയമേ അല്ല. ഞാൻ പറഞ്ഞു, വ്യക്തിഗതമായ ഉപാസനയ്ക്ക് മറ്റൊന്നും ഒരു വിഷയമേ അല്ല. ഒന്നിനും ഒരു പ്രാധാന്യമില്ല. ഒരു ക്ഷേത്രത്തിലോ ഗുരുമന്ദിരത്തിലോ ആണ് നിയമങ്ങൾ കർശനമായിട്ട് പരിപാലിക്കേണ്ടത്. പക്ഷെ വ്യക്തിഗതമായ ഉപാസനയ്ക്ക് നമ്മുടെ എല്ലാ കുറവുകളെയും ഭഗവാൻ പരിഗണിക്കുകയും അതിനെ ഭഗവാൻ ക്ഷമിക്കുകയും ചെയ്യും. ആ ഉപാസന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശുചിത്വമാർന്ന ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായി നമ്മൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്തപ്പെടും. അല്ലാതെ എല്ലാ തിരകളും അടങ്ങി സമുദ്രത്തിൽ ഇറങ്ങാമെന്ന് കരുതിയാൽ ഒരിക്കലും സാധിക്കില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം ഇങ്ങനെയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറിയിട്ട് സ്വസ്ഥമായ ഒരു കാലം വന്നാൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇത് യജ്ഞമാണ്. യജ്ഞാനുഷ്ഠാനത്തിന്റെ ആദ്യ നിയമം അത് എല്ലാ ദിവസവും ചെയ്യണമെന്നാണ്. ആ പണ്ട് കാലത്ത് എല്ലാ ദിവസവും വീടുകളിൽ അഗ്നിഹോത്രം നടന്നിരുന്നു, ഹോമം നടന്നിരുന്നു. അത് പിന്നീട് ആ ഹോമം എല്ലാ ദിവസവും നടത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് വിളക്ക് തെളിയിക്കുന്ന സമ്പ്രദായം വന്നത്. എല്ലാ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കാറുണ്ട്. എന്തിനാണ് അഗ്നി ജ്വലിപ്പിക്കുന്നത്? ആ ഹോമാഗ്നി ജ്വലിക്കുന്നു എന്നതിനൊന്ന് പ്രതീകവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തില് നമ്മൾ ഹോമമാണ് എല്ലാ ദിവസവും ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് എല്ലായിടത്തും എല്ലാ വീട്ടിലും അത് ചെയ്തിരുന്നു. പിന്നീട് കാലം മാറിയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശമായി കണ്ടുകൊണ്ട് ഗുരുഭക്തരായ നമ്മൾ നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും ഹോമം ചെയ്യണം. സാധിച്ചിട്ടില്ലെങ്കിൽ ആഴ്ച ഒരിക്കലും, വ്യാഴാഴ്ചയോ ഞായറാഴ്ചയോ ചെയ്യാം. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഗുരുവാരം എന്നാണ് വ്യാഴാഴ്ച സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പൊ ഒരു ഭാവനയാണത്. ഗുരുവിന്റെ ദിവസമായി കണക്കാക്കി നമുക്ക് വ്യാഴാഴ്ച ചെയ്യാം, അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യാം. എന്തായാലും ഹോമം ചെയ്യാം. ഇനി സാധ്യമാവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഹോമം ചെയ്യാം. ഒരു 15 മിനിറ്റേ വേണ്ടി നമുക്ക് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ ഈശ്വരനുമായിട്ടുള്ള വൈകാരിക ബന്ധം ദൃഢപ്പെടുത്തുന്ന സമയത്ത് ഒരു 3-4 മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനാകുന്ന മഹാസാഗരം, ആ സാഗരത്തിൽ നിന്ന് മെല്ലെ 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 ഭഗവാന്റെ ജലം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആ ഒഴുക്കിനെ നമുക്ക് ശക്തമായിട്ട് വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ആരോ ഒരാൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ പോലും അറിയാതെ മാറ്റിത്തരുന്നു. നമ്മൾ ചിന്തിക്കുക, അയ്യോ ഈ പ്രതിസന്ധി എങ്ങനെ മാറി, ഞാനത് എങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നു ആലോചിച്ച് കുറെ കാലമായി, കുറെ ദിവസമായി ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ ദാ നോക്കൂ, അത്ഭുതകരമായ രീതിയിൽ പ്രതിസന്ധി മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിയുടെ അനുഗ്രഹത്തിന്റെ ഒരു ഇടപെടലുകൾ നമുക്കത് സ്വന്തം നിലയ്ക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം ഈശ്വരനുമായിട്ടുള്ള ഉപാസനകളുള്ള ബന്ധം ശക്തിപ്പെട്ടു വരികയാണ്. അപ്പൊ ദൈവയജ്ഞം എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മളത് അനുഷ്ഠിക്കാറുണ്ട്. എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. അതിനൊരു ക്രമത്തെയാണ് ഗുരുദേവൻ നിർദ്ദേശിക്കുന്നത്. ജപം ചെയ്യണം, ഒരു ചെറിയ ലഘുവായ പൂജ ചെയ്യണം, ഹോമം ചെയ്യണം. ഇത്രയുമാണ് ദൈവയജ്ഞം. ഈ ദൈവയജ്ഞം കഴിഞ്ഞു കഴിഞ്ഞാൽ
അടുത്ത യജ്ഞത്തെ കുറിച്ച് പറയുന്നു പിതൃയജ്ഞം എന്ന് പറയുന്നു. എന്താണ് പിതൃയജ്ഞം? ഗുരുദേവൻ പറയുന്നു പിതൃണാം തർപ്പണം പിതൃസംഹിത 188 ശ്ലോകത്തിൽ അന്വയത്തിൽ അതിന്റെ നിർവചനമുണ്ട്. പിതൃണാം തർപ്പണം പിതൃസംഹിത. പിതൃക്കൾക്കുള്ള തർപ്പണത്തെയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ പിതൃയജ്ഞത്തില് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുക, അവരെ സംരക്ഷിക്കുക. ഇതാണ് ഒന്നാമത്തെ ഘടകം. ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം വിധിവത്തായിട്ടുള്ള മരണാനന്തര ക്രിയകൾ ചെയ്യുക. ഈ 2 കാര്യങ്ങളെയും പിതൃയജ്ഞം എന്ന് പറയുന്നു. ചില ആളുകൾ ഈ പിതൃയജ്ഞത്തെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ കേട്ട കാര്യമാണ്. അവർ പറയുന്നു അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പിണ്ടദാനങ്ങൾ ചെയ്യലല്ല പിതൃയജ്ഞം, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കലാണ് പിതൃയജ്ഞം. നമുക്ക് തോന്നുന്നു ആ ശരിയാണല്ലോ, വളരെ വിപ്ലവാത്മകമായ ചിന്തയാണ്, ശരിയാണ്, ഇതാണ് പിതൃയജ്ഞം തോന്നുന്നു. അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാരണം 2 കാര്യങ്ങളും പിതൃയജ്ഞമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതും പിതൃയജ്ഞമാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മാതാപിതാക്കളുടെ മരണാനന്തരമുള്ള തർപ്പണാദി കർമ്മങ്ങൾ. അതും ചെയ്യണം, അപ്പോഴേ പിതൃയജ്ഞം പൂർണ്ണമാകുകയുള്ളൂ. ഗുരുദേവനോട് പിതൃയജ്ഞത്തിന്റെ നിർവചനമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിതൃണാം തർപ്പണം എന്നാണ്. പിതൃക്കൾക്കുള്ള തർപ്പണങ്ങൾ ഈ 2ഉം വേണം. അല്ലാതെ നമ്മൾ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചിന്തയെ സ്വീകരിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളെ തള്ളിക്കളയുകയും ചെയ്യരുത്. ആചാരാനുഷ്ഠാനങ്ങളെ കൂടി ചേർത്ത് പിടിക്കണം. അപ്പോ മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കണം, സന്തോഷിപ്പിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഈ മരണാനന്തരം ഏത് രീതിയിലാണ് തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും ഗുരു നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായത്തിന്റെ പേര് അപരക്രിയ എന്നാണ്. അപരക്രിയ എന്നുള്ള അധ്യായത്തില് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപരക്രിയ എന്ന് പറഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങളാണ്. അപ്പൊ അവിടെ ഗുരുദേവൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിക്കാം. ഗുരു പറയുന്നുണ്ട് ഇഹ ജ്ഞാതീനാം ശവശൗച ദശാഹാനി നിശ്ചിത ഏകാദശേ ദിനെ ഏവ ഹോമം പുണ്യാഹം ച കുര്യാത്. 10 ദിവസത്തേക്ക് നമുക്ക് ഇതിന്റെ ആശൗച കർമ്മമുണ്ട്, ശവസംബന്ധമായ ആശൗച കർമ്മം. 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം പുണ്യാഹവും ഹോമവും ചെയ്യണം. ഗുരു വീണ്ടും ഇവിടെ ഹോമത്തെ എടുത്തു പറയുന്നു. ഹോമവും ചെയ്യണം. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ശാന്തി ഹവനത്തിൽ, ആ ശാന്തി ഹവനം 10ാമത്തെ ദിവസം മരിച്ച് 10 ദിവസത്തെ പുലയെ ആചരിച്ച് 11ാമത്തെ ദിവസം ഹോമം ചെയ്യണം, ശാന്തി ഹവനം ചെയ്യണം, പുണ്യാഹം ചെയ്യണം എന്ന് ഗുരു പറയുന്നു. പിന്നെ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഗുരു പറയുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പിണ്ടകർമ്മങ്ങൾ ചെയ്യാൻ ആർക്കാണ് അധികാരമെന്ന് ഗുരു നിർദ്ദേശിക്കുന്നു. പിതുഹു പിണ്ടപ്രദഹ പുത്ര. അച്ഛന്റെ പിണ്ടകർമ്മം ചെയ്യുന്ന ആള് പുത്രനാണ്. ഈ പുത്രന്റെ അഭാവത്തിൽ, പുത്രൻ ഇല്ലാന്ന് കരുതുക, പുത്രൻ ഒന്നുകിൽ മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ പുത്രൻ ആ സ്ഥലത്തില്ലാന്ന് കരുതുക, അപ്പോഴാര് ചെയ്യണം? പുത്രൻ ചെയ്യണം. പുത്രന്റെ പുത്രൻ, ആ മകന്റെ മകൻ ചെയ്യണം. ഇനി ആ മകന്റെ മകന്റെ അഭാവം, മകന്റെ അഭാവം, മകന്റെ മകന്റെ അഭാവം, അപ്പോഴാരാണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത് സഹോദരൻ ചെയ്യണം, മരണപ്പെട്ട ആളുടെ സഹോദരൻ. ഇനി സഹോദരന്റെ അഭാവം ഉണ്ട്, അപ്പോഴാര് ചെയ്യണം? സഹോദരന്റെ അഭാവത്തില് ആ സഹോദരന്റെ പുത്രൻ ചെയ്താലും മതി എന്ന് ഗുരു പറയുന്നു. ഇനി ഇവരുടെ ഒക്കെ അഭാവത്തിൽ ഇവരാരും ഇല്ല എന്ന് കരുതുന്നു. ഇവരാരും ഇല്ലെങ്കിൽ സഹോദരിയുടെ പുത്രനും ചെയ്യാമെന്ന് പറയുന്നു. ഇനി ദമ്പതികള്, ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടെയും പിണ്ടകർമ്മങ്ങൾ ദമ്പത്യോഹോ പരസ്പരം സ്യാത്, ഇവർക്ക് പരസ്പരം പിണ്ടകർമ്മങ്ങൾ ചെയ്യാം എന്നും ഗുരു പറയുന്നു. ഇനി ഗുരു ഇതിൽ വളരെ വിശേഷമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആശൗചാദി സർവവിധി അഭി നിരർത്ഥക അജ്ഞതായ മനസ്ഥിതി യസ്യ തസ്യ അയം വിധി. ഗുരു പറയുകയാണ്, ആർക്കെങ്കിലും തോന്നുകയാണ്, ഒരു വ്യക്തി തോന്നുകയാണ് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ പിണ്ടകർമ്മങ്ങൾ ചെയ്യുക, അപരക്രിയ ചെയ്യുക, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നിക്കാൻ അവൻ ചെയ്യണ്ട എന്ന് ഗുരു പറയുന്നു. പക്ഷെ അതിലൊക്കെ കാര്യമുണ്ട് എന്ന് തോന്നുന്ന വ്യക്തിയോ ഏഷാ വിധി നിയമ്യത, ആ വ്യക്തി നിശ്ചയമായതും ചെയ്യണം എന്ന് ഗുരു ഉറപ്പിച്ച് പറയുക. കാരണം ഈ അടുത്ത കാലത്ത് ചെറിയ ഈ നമ്മുടെ ഉള്ളിലെ തന്നെ, ഈ സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ പല വിവാദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പൊ ചില ആളുകൾ പറയേണ്ട ഇതൊന്നും ചെയ്യാൻ പാടില്ല, അത് ഗുരുദർശനത്തിന് വിപരീതമാണ്, ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഗുരു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായി. വസ്തുതയിൽ ഗുരു പറയുന്നത് ഏഷാ വിധി നിയമ്യത എന്ന് ഗുരു എടുത്തു പറയുകയാണ്. ആർക്കാണോ ഇത് ചെയ്യണമെന്ന് തോന്നുന്നത് അവൻ ചെയ്യണം. ഒരു വ്യക്തിക്ക് തോന്നാൻ ഇതിലൊന്നും വലിയ കാര്യമില്ല, അവൻ ചെയ്യേണ്ടെന്ന് ഗുരു പറയുന്നത് ഗുരുവിന്റെ ഒരു ശൈലിയാണ്, ഒന്നിനെ അടിച്ചേൽപ്പിക്കാറില്ല. പക്ഷെ ഏഷാ വിധി നിയമ്യത എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് ഗുരു പറയുന്നു. മാത്രമല്ല SNDP യോഗത്തിന്റെ പൂർവ്വരൂപം എന്തായിരുന്നു? പൂർവ്വരൂപം അരിവിപ്പുറം കേന്ദ്രീകരിച്ച വാവൂട്ടി യോഗമാണ്. ആ പേര് തന്നെ നോക്കൂ, വാവൂട്ടി യോഗം. പിതൃക്കൾക്ക് പിണ്ടദാനാദികൾ ചെയ്യാൻ വേണ്ടി എത്തുന്നവരുടെ ഒരു യോഗമാണ് പിന്നീട് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനമായിട്ട് മാറിയത്. അപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തന്നെ പൂർവികരോടുള്ള കടപ്പാട് നിറവേറ്റുക, ആചാര അനുഷ്ഠാനപരമായി നിറവേറ്റുക എന്നതിൽ നിന്നാണ് ഈ മഹാപ്രസ്ഥാനം വളർന്ന് വികാസം പ്രാപിച്ചത്. അതിലൂടെ ഈ പിതൃകർമ്മത്തിന് എത്രമാത്രം വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കും. ഇനി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ പിതൃകർമ്മം ചെയ്യേണ്ടത്? ഗുരു എന്താണ് നിർദ്ദേശിച്ചത്? ഇതിന്റെ അനുഷ്ഠാനം യഥാർത്ഥത്തിൽ എന്താണ്? അതിനെക്കുറിച്ച് ഗുരു പറയുന്നു, തത്തത് കാല ദേശാനുകൂല, ഒരു ദേശത്തിനും ഒരു കാലത്തിനും ഹിതകരമായ രീതിയിൽ ഒരു ദേശത്ത് ഒരു കാലത്ത് ഏത് അനുഷ്ഠാനമാണോ മരണാനന്തര കർമ്മമായിട്ടുള്ളത്, ആ അനുഷ്ഠാനം ഗുരുവിന്റെ ദർശനത്തിന് അനുകൂലമാണെങ്കിൽ, മരണാനന്തര കർമ്മം എന്ന് പറഞ്ഞ് ഒരു 100 പശുക്കളെ വെട്ടിക്കൊല്ലാം എന്ന് ആരെങ്കിലും കൽപ്പിച്ചാൽ അത് ഗുരുദർശനത്തിന് വിപരീതമാണ്. ഗുരുവിന്റെ ദർശനത്തിന് അനുകൂലമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ മരണാനന്തര കർമ്മക്രിയകളായിട്ട് ചെയ്യാം. തത്തദേശകാല അനുകൂലം. അത് ആരാണ് ചെയ്യേണ്ടത്? കർമ്മ തൽപരൈ പുരോഹിത നിയുക്തേന വർത്തമന. ഈ കർമ്മങ്ങളിലൊക്കെ നല്ല അവഗാഹമുള്ള, പാണ്ഡിത്യമുള്ള പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി, പൂജാരിമാരെ, വൈദികരെ വിളിച്ചു വരുത്തി, ആ വൈദികരെ കൊണ്ട് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ഉചിതമായ കർമ്മങ്ങളെ ചെയ്യിക്കാമെന്ന് ഗുരു പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് മരണാനന്തരമായിട്ട് ഏതെല്ലാം കർമ്മങ്ങളാണോ നിലനിൽക്കുന്നത്, ആ കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആ കർമ്മങ്ങളൊക്കെ ഗുരുവിന്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നവയാണെങ്കിൽ, അതിന് ഗുരു വിഭാവനം ചെയ്ത ദർശനത്തിന് വിപരീതമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാം, ഒരു പുരോഹിതനെ വിളിച്ചു വരുത്തി ചെയ്യാം. അങ്ങനെ പിതൃതർപ്പണം എന്നുള്ളത് ഇപ്രകാരമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ വിസ്തൃതമായ അധ്യായം 9ാമത്തെ അധ്യായമായ അപരക്രിയയിൽ നമ്മൾ പഠിക്കുന്നു. അപ്പൊ കൂടുതൽ ചർച്ച ചെയ്യാം. എന്തായാലും വിവാഹ സംസ്കാരമാകട്ടെ, ഇനി ദേവയജ്ഞത്തിന് നിത്യ അനുഷ്ഠാനമാകട്ടെ, ഇതേപോലുള്ള പിതൃതർപ്പണമാകട്ടെ, ഇതിലെല്ലാം ഗുരുദേവൻ എടുത്തു പറയുന്നത് ഹോമം ചെയ്യണമെന്നാണ്. ഏതൊരു കർമ്മത്തിലും ഒരു ഹോമം ഉണ്ടായിരിക്കണം. നമ്മുടെ ഏതൊരു നിത്യ നൈമിത്തിക അനുഷ്ഠാനത്തോടു കൂടിയും അനുഷ്ഠാനത്തിനോട് ചേർന്നുകൊണ്ട് ഈ ഹോമത്തെ അതിൻ്റെ ഒരു ഭാഗമാക്കണം. ഏത് ഹോമത്തെ? ശാന്തി ഹവനത്തെ. ഒരു സ്ഥലത്ത് നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുന്നു, അവിടെ ഒരു വൈദികനെ വിളിച്ചു വരുത്തി നമ്മൾ വലിയൊരു ഗണപതി ഹോമം ചെയ്തെന്ന് കരുതുക. കാരണം നമ്മൾ സാമ്പ്രദായികമായിട്ട് ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ, ഒരു പുതിയ സംരംഭം നമ്മൾ ആരംഭിക്കുമ്പോൾ ഗണപതി ഹവനം ചെയ്യും. അപ്പൊ ആ ഗണപതി ഹവനത്തോട് കൂടി തന്നെ ഹോമമന്ത്രം ചൊല്ലി ശാന്തി ഹവനവും കൂടി ചെയ്യാൻ വേണ്ടി ആ വൈദികനോട് പറയുക. അങ്ങനെ നമ്മുടെ ഏതൊരു അനുഷ്ഠാനത്തിന്റെ കൂടെയും ഹോമത്തെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക. ഗുരു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതും, മരണാനന്തരം വിധിവത്തായ രീതിയിൽ തർപ്പണാദി കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതും അതിനെ പിതൃയജ്ഞം എന്ന് പറയുന്നു. ഇനി നോക്കൂ, പിതൃയജ്ഞം കഴിഞ്ഞ് അടുത്ത യജ്ഞമാണ് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറഞ്ഞ യത് ആഹാരാദി സമർപ്പണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ജീവജാലങ്ങൾക്ക് സ്വമേധയാ ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവും കരുത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല. പാന തുടങ്ങിയ ജീവികളൊക്കെ അവർ വനവാസികളാണ്, കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കാട്ടിലുണ്ടായിരുന്നു പണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ നാട്ടിലേക്ക് വരുന്നു? കാട്ടിൽ ഭക്ഷണമില്ല. കാട്ടുമൃഗങ്ങൾ എന്തിനു നാട്ടിലേക്ക് വരുന്നു? കാട്ടിൽ ഭക്ഷണമില്ല. പണ്ട് കാട്ടിലായിരുന്നു ഭക്ഷണം. മനുഷ്യൻ ഉൾപ്പെടെ ഭക്ഷണത്തിന് വേണ്ടി കാട്ടിൽ പോയി മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാട്ടിലെ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നാട്ടിലേക്ക് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൃഗങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവുണ്ടെങ്കിൽ കൂടിയും മനുഷ്യൻ ഒരു ആധിപത്യ ജീവിയായതുകൊണ്ട് മനുഷ്യന് എല്ലാ പ്രാണിവർഗങ്ങളെക്കാളും ആ പ്രാണിവർഗങ്ങളൊക്കെ തൻ്റെ ആധിപത്യത്തിലൂടെ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും നമുക്ക്
നമ്മുടെ സഹായങ്ങൾ മറ്റുള്ള ജീവജാലങ്ങളിലേക്കും എത്തിക്കാം. അതെങ്ങനെയൊക്കെ എത്തിക്കാം? അപ്പോൾ നല്ല വേനൽക്കാലം വരുമ്പോൾ ഒരുപാട് കുഞ്ഞു കുരുവികൾ, പക്ഷികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കുഞ്ഞു കുരുവികൾക്കും പക്ഷികൾക്കും വെള്ളം കിട്ടാൻ പ്രയാസമായിരിക്കും. കുളങ്ങളും കിണറുകളും ഒക്കെ ഇല്ല. പഴയ കാലത്തെ പോലെ ഒരു കുരുവിക്ക് വന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന ചെറു കുളങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, നമ്മുടെ മുറ്റത്ത് വെക്കുക, നമ്മുടെ വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കുക. പക്ഷികൾക്ക് ധാന്യങ്ങൾ കൊടുക്കുക, ധാന്യങ്ങൾ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കോഴിക്കോട് അങ്ങനെ ഒരു കുടുംബമുണ്ട്, ഒരു രാജരത്ന വൈദ്യരാണ് അദ്ദേഹം. എല്ലാ ദിവസവും ഒരു 3-4 കിലോ ഗോതമ്പ് അദ്ദേഹം എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് 100 കണക്കിന് പ്രാവുകൾ വരും. ആ ഗോതമ്പ് അദ്ദേഹം മുറ്റത്ത് ഇങ്ങനെ വിതറി വിതറി ഇങ്ങനെ ഇടും. പ്രാവുകൾ വന്നത് കുത്തിക്കഴിക്കും. അപ്പൊ എത്രയോ വീടുകളിൽ ഇതേപോലെ ചെയ്യുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ചുറ്റും താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് അന്നപാനീയങ്ങൾ കൊടുക്കുക എന്നുള്ളത് എന്താണ്? ഭൂതയജ്ഞമാണ്. ആ ഭൂതയജ്ഞം എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. വലിയ അനുഗ്രഹത്തെ കിട്ടുന്ന ഒരു യജ്ഞമാണ് ഭൂതയജ്ഞം. ഇനി അടുത്തത് പറയുന്നു അതിഥി യജ്ഞമാണ്. ഈ അതിഥി യജ്ഞത്തെ മനുഷ്യയജ്ഞം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതിഥി യജ്ഞത്തിന്റെ ഒരു ഉദാഹരണമായിട്ട്, അതിന്റെ നിർവചനമായിട്ട് ഗുരു പറയുകയാണ്, അതിഥി വർണ്ണാർത്ഥ ഭൃത്യാനാമഭി പൂജനം മാനുഷ എന്ന് പറയുന്നു. അതിഥികളെ, വർണ്ണാശ്രമികളെ മീൻസ് ബ്രഹ്മചാരികളെ, ആർത്തരെ, ഭൃത്യരെ, ഇവരെയൊക്കെ പൂജിക്കുന്നതിനെ അതിഥി യജ്ഞം അഥവാ മനുഷ്യയജ്ഞം കൂടി പറയുന്നു. അപ്പൊ ആ വാക്ക് നോക്ക്, പൂജനം എന്നാണ് പറഞ്ഞത്, പൂജിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥി, ആ അതിഥിയെ പൂജിക്കുക. വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വർണ്ണി മീൻസ് ബ്രഹ്മചാരിയോ സന്യാസിയോ, അവരെ പൂജിക്കുക. വീട്ടിലെ ഭൃത്യന്മാരെ പോലും പൂജിക്കുക. നമ്മുടെ വീട്ടില് നമ്മുടെ സേവനത്തിന് വേണ്ടി നമ്മൾ നിർത്തിയ ഭൃത്യന്മാർ, അവരെ പൂജിക്കുക. ആർത്തര്, ദുഃഖിതരെ പൂജിക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അതിഥി യജ്ഞമാണെന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഭൃത്യന്മാരെയും അതിഥികളൊക്കെ പൂജിക്കാൻ സാധിക്കുക? അവര് കടന്നു വരുമ്പോൾ അവര് ദീപാരാധന ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നാണോ ഇതിനോട് അർത്ഥമാക്കേണ്ടത്? പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നാണ് അർത്ഥം. അവരെ ആദരിക്കുക. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഉപഹാരങ്ങൾ ഏറ്റവും ആദരവോടുകൂടി കൊടുക്കുക, ബഹുമാനത്തോടു കൊടുക്കുക, ഒരു ബഹുമാനത്തോടു കൂടി കൊടുക്കുക. നമ്മൾ മുൻപ് ചിന്തിച്ചിട്ടുണ്ട് ആരാണ് അതിഥി എന്ന്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും അതിഥികളാണ്. ആരാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് അവരൊക്കെ അതിഥികളാണ്. പക്ഷെങ്കിൽ കൂടി അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു ദർശനം ഭാരതത്തിലുണ്ട് പണ്ട് കാലം മുതൽ. അതിഥി ദേവനായി ഭവിക്കട്ടെ. കാരണം ധർമ്മപ്രചാരണം ചെയ്യാൻ വേണ്ടി പൂർണ്ണ സമയം മാറ്റിവെച്ച സന്യാസിമാര്, ധർമ്മപ്രചാരകര്, ഇവരൊക്കെ നമുക്ക് അതിഥിയായിട്ട് പറയാം. പണ്ട് കാലത്ത് ഈ ധർമ്മപ്രചാരകന്മാരായിട്ടുള്ള ബ്രഹ്മചാരിമാര്, സന്യാസിമാര്, വൈദികര്, ശാന്തിമാര്, അവരെ സംബന്ധിച്ച് വ്യവസായം ചെയ്ത് ബിസിനസ് ചെയ്ത് ധനത്തെ ആർജിക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അവർ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ധർമ്മപ്രചാരണാർത്ഥം ദേശാന്തരങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഗൃഹങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ, വസ്ത്രം, ഭക്ഷണം, യാത്രാ ചെലവൊക്കെ കൊടുക്കേണ്ടത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമായിരുന്നു. കാരണം ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് കുടുംബത്തെ പരിപാലിക്കുക, അതിനെ നിലനിർത്തുക, അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യമുണ്ട്, വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഗുരു പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും എല്ലാ ആശ്രമങ്ങളുടെയും അടിത്തറയായിട്ട് വർത്തിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണെന്ന് ഗുരുവിന്റെ വചനമുണ്ട്. അപ്പൊ അങ്ങനെ അടിത്തറയായിട്ട് വർത്തിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നേരെ മറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ സമയം കൂടുതലായിട്ട് ധർമ്മപ്രചരണത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പ്രായണ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊക്കെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഓരോരോ നാട് നിങ്ങളെ സഞ്ചരിച്ച് ഗുരുവിന്റെ കാര്യങ്ങൾ പറയുന്നു, ഗുരു നിർദ്ദേശിച്ച ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമുക്കത് വേറെ ഒരു വീട് പരിപാലിക്കാനോ കുടുംബം പരിപാലിക്കാനോ ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സമയം ഫ്രീ ആയിട്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഈ യാത്രയുടെ ഒരു ജോലി ചെയ്ത് നമുക്ക് പണം സമ്പാദിക്കാനും കഴിയില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് വസ്ത്രം തരുന്നു, ഭക്ഷണം തരുന്നു, അതേപോലെ യാത്രാ ചെലവ് തരുന്നു. അപ്പൊ നമ്മുടെ പരിമിതമായ അവശ്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയും നമുക്ക് കൂടുതൽ സമയം സമൂഹവുമായിട്ട് ഇടപെടാനും സാധിക്കും. കാരണം ഗൃഹസ്ഥന്മാർക്ക് അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാരമുള്ളത് കൊണ്ട് അവർക്ക് ധർമ്മപ്രചരണത്തിന് വേണ്ടി വലിയ സമയം വിനിയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഗൃഹസ്ഥന്മാര് മാത്രമാണെങ്കിൽ
ധർമ്മപ്രചരണ കാര്യം മെല്ലെ 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 കുറയും. അപ്പൊ ധർമ്മപ്രചരണ കാര്യം മെല്ലെ മെല്ലെ കുറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അസന്തുലിതാവസ്ഥ വരും. കാരണം ധർമ്മം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അതിനുവേണ്ടി എല്ലാ കാലവും നമ്മുടെ സംസ്കൃതിയിൽ ധർമ്മത്തെ പ്രോജ്വലിപ്പിക്കാൻ വേണ്ടി, അതിനെ നിലനിർത്താൻ വേണ്ടി, ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒരു വിഭാഗം ജനങ്ങൾ പൂർണ്ണസമയം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സന്യാസിമാർ ഉൾപ്പെടുന്നു, ബ്രഹ്മചാരിമാർ ഉൾപ്പെടുന്നു, വൈദികർ ഉൾപ്പെടുന്നു, ധർമ്മപ്രേമികൾ ഉൾപ്പെടുന്നു. ഇവരുടെയൊക്കെ പരിമിതമായ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇവരാണ് മുഖ്യമായിട്ടും അതിഥി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അന്നപാനീയങ്ങൾ കൊടുക്കുക, താമസ സൗകര്യം കൊടുക്കുക, യാത്രാ ചെലവ് കൊടുക്കുക. ഇനി അല്ലാതെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന എല്ലാവരും ആരാണ്? അതിഥിയെ തന്നെയാണ്. അവരെ നമ്മൾ ഉപചരിക്കുക, സത്കരിക്കുക. ഇനി പറയുന്നു വർണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മചാരിത്വം മനസ്സിലാക്കിയാൽ മതി. പണ്ട് കാലത്ത് ഗുരുകുലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ ഗുരുകുലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയത് സമൂഹമായിരുന്നു, ഗൃഹസ്ഥരായിരുന്നു. സ്വാമി തൃപ്പാദങ്ങള് ചേവണ്ണൂർ കളരിയിൽ പഠിക്കുന്ന സമയത്ത് ഗുരുദേവൻ ഉൾപ്പെടെ ഒരുപാട് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് വാരണപ്പള്ളി വീട്ടുകാരാണ്. അത് പണ്ടത്തെ എല്ലാവരുടെയും ഒരു കർത്തവ്യമായിരുന്നു, ഗുരുകുലങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്നുള്ളത്. ആ വീട്ടുകാർ, ആ നാട്ടുകാരും വീട്ടുകാരുമാണ് അവരുടെ ചെലവുകൾ വഹിക്കുന്നത്. അപ്പോ അത് വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി, ഗുരുകുല വിദ്യാർത്ഥി എന്ന് മനസ്സിലാക്കും. അതിന്റെ ഇന്നത്തെ ഭാവം എന്താണ്? ആ ഭാവത്തെ ഉൾക്കൊള്ളുക. ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ ചെയ്യുന്നു, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. ഇനി ആർത്തര്, ദുഃഖിതര് പലരും നമ്മുടെ അടുത്തേക്ക് പല കഷ്ടപ്പാടും സങ്കടങ്ങളും പറഞ്ഞു വരും. നമുക്ക് കഴിവുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കുക. ഭൃത്യാനം എന്ന് പറഞ്ഞാൽ സേവകന്മാർ, പരിചാരന്മാർ, അവരെ നമ്മൾ രണ്ടാംകിടിയായിട്ട് കാണരുത്. പൂജിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആദരവോടുകൂടി സഹായ സഹകരണങ്ങൾ അവർക്ക് കൊടുക്കുക. ഇത്രയും കാര്യത്തെ എന്തു പറയുന്നു? മാനുഷികമായ യജ്ഞം എന്ന് പറയുന്നു, മനുഷ്യയജ്ഞം എന്ന് പറയുന്നു. നിങ്ങൾ ക്രമത്തില് ഒന്ന് ബ്രഹ്മയജ്ഞമാണ്. ആ ബ്രഹ്മയജ്ഞത്തിൽ ഗുരുവിന്റെ കൃതികൾ പഠിക്കുകയും ആ കൃതികളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അടുത്തത് ദേവയജ്ഞമാണ്. ദേവയജ്ഞത്തില് നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നു, ഈശ്വരനെ ആരാധിക്കുന്നു, ജപം കൊണ്ടും പൂജ കൊണ്ടും ഹോമം കൊണ്ടുമെല്ലാം. പിതൃയജ്ഞമാണ്. പിതൃയജ്ഞത്തില് മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നു, സന്തോഷിക്കുന്നു അവരുടെ ജീവിതകാലത്ത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുശേഷം തർപ്പണാദി കാര്യങ്ങളെ കൊണ്ടുള്ള മരണാനന്തര ക്രിയകളെയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് പറയുന്നു? പിതൃയജ്ഞം എന്ന് പറയുന്നു. ഇനി ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള അന്നപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ അവസാന യജ്ഞമാണ് അതിഥി യജ്ഞം അഥവാ മനുഷ്യയജ്ഞം. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ധർമ്മപ്രചാരകരായിട്ടുള്ള ആളുകൾ, സന്യാസിമാര്, സംഘടനാ പ്രവർത്തകര്, ബ്രഹ്മചാരിമാര്, വിദ്യാർത്ഥികള്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള അന്നപാനീയങ്ങളും ചെലവുകളും കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ യഥാശക്തി. അതേപോലെ ദുഃഖിതര്, പീഡിതര്, പിന്നെന്ത് പറയുന്നു? ഗുരു, സേവകന്മാര്, ഭൃത്യന്മാര്, ഇവരെല്ലാം ഏറ്റവും ഉയർന്ന ഭാവത്തോടു കൂടി പരിചരിക്കുക, ആചരിക്കുക, പൂജ ചെയ്യുക. ഇത്രയും കാര്യത്തെ മനുഷ്യയജ്ഞം എന്ന് പറയുന്നു. ഈ 5 യജ്ഞങ്ങൾ എല്ലാ ഗൃഹസ്ഥന്മാരും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും അനുഷ്ഠിക്കണം. നമുക്ക് ഈ 5 മഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല, മനസ്സ് വെച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപാസനകൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മളിപ്പോ ക്ലാസ് കേൾക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പശുപക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് പരിപാലനം ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ ഈ യജ്ഞം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അതിനെ അറിഞ്ഞുകൊണ്ട് ഉയർന്ന ഒരു ഭാവത്തിൽ ആചരിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? അത് 5 മഹായജ്ഞങ്ങളായിട്ട് മാറി. ഈ പഞ്ചമഹായജ്ഞങ്ങളെ പഞ്ചയജ്ഞാൻ അകുർവാണം, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചു. പഞ്ചയജ്ഞാൻ അകുർവാണം നൂനം ദുർഗതി മാപ്നുയാത്. നൂനം, നിശ്ചയമായിട്ടും അവൻ ദുർഗതിയെ പ്രാപിക്കും. ആര്? 5 മഹായജ്ഞങ്ങളെ ചെയ്യാത്തൊരു ഗൃഹസ്ഥൻ ഉറപ്പായിട്ടും ദുർഗതിയെ പ്രാപിക്കുമെന്ന് ഗുരു പറയുകയാണ്. യജ്ഞാവശിഷ്ട ഭോക്താര സ്പൃശ്യന്തേ നഹി പാപ്മഭി. ഈ 5 യജ്ഞങ്ങളെയും അനുഷ്ഠിച്ചതിന് ശേഷം ആരാണ് ആഹരിക്കുന്നത്, അവനെ യാതൊരു വിധത്തിലുള്ള പാപങ്ങളും സ്പർശിക്കുകയില്ല എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.